റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സംസാരത്തിൻ്റെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിച്ച മഹത്തായ ഹദീസ് നമ്മളെപ്പോഴും ഓർക്കണം. സംസാരത്തിൻ്റെ സംസ്കാരം എന്താണത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരാണോ അല്ലാഹുവിലും ഖിയാമത്ത് നാളിലും വിശ്വസിക്കുന്നവൻ, ഈമാനുള്ളവൻ, പരലോക ബോധമുള്ളവൻ, സ്വർഗ്ഗ നരകങ്ങളെക്കുറിച്ചുള്ള ചിന്തയുള്ളവൻ, മുഅ്മിൻ, യഥാർത്ഥ മുസ്ലിം, അവൻ്റെ സംസ്കാരം എങ്ങനെയായിരിക്കണം? ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ഖൈറാണെങ്കിൽ അവൻ സംസാരിക്കട്ടെ, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. നമ്മൾ എന്തു പറയുകയാണെങ്കിലും, എന്തുരിയാടുകയാണെങ്കിലും, എന്തു മൊഴിയുകയാണെങ്കിലും, അതിന് നമ്മളെ കമൻ്റായി, നമ്മുടെ നിലപാടായി, സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലുകളാണെങ്കിലും ശരി, നമ്മുടെ എഴുത്തിലൂടെയോ നമ്മുടെ തൂലികയിലൂടെയോ നമ്മുടെ ടൈപ്പിങ്ങിലൂടെയോ നമ്മുടെ ശബ്ദമായി, വാക്കായി ആളുകൾ വിലയിരുത്തുന്ന എന്തുമാകട്ടെ, അത് നമ്മിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ചിന്തിക്കണം. ഖൈറാണോ എങ്കിൽ മാത്രം പറയുക. ആർക്ക് വേണ്ടി ശബ്ദിക്കുകയാണെങ്കിലും, സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണെങ്കിലും, ന്യായം നമ്മുടെ പക്ഷത്താണെങ്കിലും തർക്കിക്കാതിരിക്കുക, അനാവശ്യമായി ഇടപെടാതിരിക്കുക, അജലത്ത് കാണിക്കാതിരിക്കുക, വ്യഗ്രതപ്പെടാതിരിക്കുക, വിവേകിയാകുക. ഒരു സലഫിയായ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് വിവേകിയാകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, എടുത്തുചാട്ടത്തിൽ നിന്ന് അവൻ്റെ നാവിനെയും നിലപാടുകളെയും കടിഞ്ഞാണിടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാണ് സാധിക്കുക? ആരോടും എന്തും എവിടെയും ഏതും ഹക്കിന് വേണ്ടി ശബ്ദിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ചിന്തിക്കണം, പറയുന്നതിന് മുമ്പ് ചിന്തിക്കണം. ഞാൻ ഈ പറയുന്നത് ഖൈറാണെങ്കിൽ, ഇതുകൊണ്ട് ഖൈർ മാത്രമാണ് ഉണ്ടാകുകയെങ്കിൽ അത് മാത്രം പറയുക, അത് മാത്രം ശബ്ദിക്കുക. ഇല്ലെങ്കിൽ ഔ ലിയസ്മുത്, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. മൗനം അവലംബിക്കാൻ നിനക്ക് എന്ത് ചെലവാണുള്ളത്? നിന്റെ വായ പൂട്ടി വെച്ചാൽ മതി, നിന്റെ നാവിന് കടിഞ്ഞാനിട്ടാൽ മതി, മിണ്ടാതിരിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംസാരത്തിന്റെ സംസ്കാരം. മൻ സ്വമത നജാ. നജാത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനവുമായി ബന്ധപ്പെടുത്തി. ആര് മിണ്ടാതിരുന്നോ, അനാവശ്യമായ ഖൈറല്ലാത്ത ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന സംസാരങ്ങളിൽ നിന്ന് ആര് മൗനം അവലംബിച്ചോ, നജാ. മൻ സ്വമത നജാ, അവനാണ് രക്ഷയുള്ളത്, അവനാണ് രക്ഷപ്പെട്ടവൻ. നാവ് കൊണ്ട് നമ്മളിങ്ങനെ നാവ് ചലിപ്പിച്ച് ശബ്ദിക്കുന്നത് ലാഘവത്തോടെ കണ്ടാൽ, നമ്മൾ ഒരു വിലയും കൽപ്പിക്കാത്ത, ഗൗരവം കൽപ്പിക്കാത്ത വാക്കുകൊണ്ട് കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും അകലത്തിൽ നരകത്തിൽ നമ്മൾ ആപതിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.